Hi everybody, SSLC, subject English. So today in this class we are going to discuss the chapter A Phoenix Rises. A Phoenix Rises എന്നുള്ള ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് ആൻ അഡാപ്റ്റഡ് വേർഷൻ. നമുക്ക് ഇതിൻ്റെ ഫുൾ ഒന്നും പഠിക്കാനില്ല, ചെറിയൊരു എടുത്തിരിക്കുന്ന കുഞ്ഞു പോർഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അഡാപ്റ്റഡ് വേർഷൻ ഫ്രം എ സാനിറ്ററി മാൻ ഫ്രം ദ സാക്രഡ് ലാൻഡ്. സോ ഈ ഒരു പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ആരാണ് എഴുതിയത്? ട്വിങ്കിൾ ഖന്ന. ട്വിങ്കിൾ ഖന്ന ഒരു ഇന്ത്യൻ റൈറ്ററാണ്. സോ അവർ എഴുതിയിട്ടുള്ള ഈ ഒരു പുസ്തകത്തിലെ ഒരു കുഞ്ഞു പോർഷൻ, അതാണ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് എ ഫിനിക്സ് റൈസസ്. ഇനി ഈ ചാപ്റ്ററിനെ കുറിച്ച്, ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ 2018 ഇറങ്ങിയിട്ടുള്ള റിലീസ് ചെയ്തിട്ടുള്ള പാഡ്മാൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമ ശരിക്കും ഒരു റിയൽ ലൈഫ് സ്റ്റോറി, അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ആ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ആരുടെ റിയൽ ലൈഫ് സ്റ്റോറി? അരുണാചലം മുരുകാനന്ദം. അപ്പോൾ ആരാണ് അരുണാചലം മുരുകാനന്ദം? അദ്ദേഹം ഒരു സോഷ്യൽ എൻ്റർപ്രണറായിരുന്നു. റൂറൽ ഏരിയാസിലെ, വില്ലേജ് ഏരിയാസിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലോ കോസ്റ്റ് സാനിറ്ററി പാഡ് മെഷീൻ നിർമ്മിച്ച, അല്ലെങ്കിൽ ആ രീതിയിൽ ശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ് അരുണാചലം മുരുകാനന്ദം. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി, ഇൻസിഡൻറ്റ്, അതാണ് പിന്നീട് 2018 പാഡ്മാൻ എന്നുള്ള സിനിമയ്ക്ക് പ്രചോദനമായത്. ഞാൻ പറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലൈഫ് ഇൻസ്പയർഡ് ആയിട്ട് ട്വിങ്കിൾ ഖന്ന എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള എ ഫിനിക്സ് റൈസസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു സ്റ്റോറി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്ന് പ്രചോദനം കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചുരുക്കി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ എ ഫിനിക്സ് റൈസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ട്വിങ്കിൾ ഖന്നയുടെ ഈ ഒരു ഫിനിക്സ് റൈസസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ ഒരു റിയൽ ലൈഫ് സ്റ്റോറി, അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആരുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്, ആരുടെ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്? അത് അരുണാചലം മുരുകാനന്ദം, സോഷ്യൽ എൻ്റർപ്രണറായിട്ടുള്ള സ്ത്രീകൾക്ക്, റൂറൽ ഏരിയാസിലെ, വില്ലേജ് ഏരിയാസിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലോ കോസ്റ്റ് സാനിറ്ററി പാഡ് മെഷീൻസൊക്കെ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്, അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നത്. So now let's discuss the chapter first. Okay, now let's discuss the chapter A Phoenix Rises, Twinkle Khanna. Bablu Kevat had been an indifferent student at best. ബബ്ലു കെവറ്റ് എന്ന് പറയുന്നൊരു ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്താ ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻറ്റ്? ഒരു ശരാശരി വിദ്യാർത്ഥി, പഠനത്തിനോടൊന്നും അധികം താല്പര്യമില്ലാത്ത ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു ബബ്ലു. He still remembers his science teacher, Mrs. Sharma, and the egg incubator that he had made under her supervision. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും ഓർക്കാറുണ്ട് തൻ്റെ സയൻസ് ടീച്ചറായ മിസ്സസ് ശർമ്മയെയും, അതുപോലെ തന്നെ താൻ കണ്ടുപിടിച്ച ഈ ടീച്ചറുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ആ ടീച്ചറുടെ സൂപ്പർവിഷനോട് കൂടിയിട്ട് താൻ കണ്ടുപിടിച്ച എഗ് ഇൻക്യുബേറ്റർ, അതിനെക്കുറിച്ചൊക്കെ ഓർക്കാറുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് ഈ എഗ് ഇൻക്യുബേറ്റർ? അതായത് ഇൻക്യുബേറ്റർ, അത് ഈ മുട്ടയൊക്കെ വിരിയിക്കാൻ വേണ്ടിയിട്ട്, ആർട്ടിഫിഷ്യലായിട്ട് അതൊക്കെ വിരിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യന്ത്രം. അപ്പോൾ താൻ കണ്ടുപിടിച്ച ആ ഒരു യന്ത്രം, അതുപോലെ തന്നെ ആ ടീച്ചർ, അതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹം ഓർക്കാറുണ്ട് ഇപ്പോഴും, സ്റ്റിൽ എന്ന് പറയുകയാണ്. But when Bablu's father died, leaving his mother struggling to support her small family, he dropped out of school to get a job and help her out. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ജേണി, ഹാർഡ് വർക്ക് ഒക്കെ തുടങ്ങുന്നൊരു സമയം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെടുന്നു, അമ്മ ഒറ്റയ്ക്കാണ്. സോ ഷീസ് സ്ട്രഗ്ലിങ്, ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ഹി ഡ്രോപ്പ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ ജീവിതം, വിദ്യാർത്ഥി ജീവിതം ഉപേക്ഷിച്ചിട്ട് ടു ഗെറ്റ് എ ജോബ്, പെട്ടെന്നൊരു ജോലിയിലേക്ക് അവൻ വരികയാണ്. എന്തിനാണ്? ടു ഹെൽപ്പ് ഹെർ, അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. He joined a workshop as a busboy, getting tea for the owner. അപ്പോൾ ആദ്യം അവൻ ജോയിൻ ചെയ്യുന്നൊരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബസ് ബോയ് ആയിട്ടാണ്. എന്താ ബസ് ബോയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ടേബിളും റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ കഫേയിലൊക്കെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെയാണ് നമ്മൾ ബസ് ബോയ് എന്ന് പറയാം. അപ്പോൾ ആദ്യം അവൻ ബസ് ബോയ് ആയിട്ടാണ് ജോലി ചെയ്യുന്നൊരു വർക്ക്ഷോപ്പിൽ. അപ്പോൾ വർക്ക്ഷോപ്പിൽ ബസ് ബോയ് എന്ന് പറയുമ്പോൾ വർക്ക്ഷോപ്പിൽ ഈ പറയുന്ന ടേബിൾ ക്ലീൻ ചെയ്യുക എന്നുള്ള മീനിങ് അല്ല. അവിടെ ഈ ഓണറിന് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു അവൻ ചെയ്തിരുന്നത്. ഹി സ്ലോലി വർക്ക്ഡ് ഹിസ് വേ അപ്പ് ടു ബിക്കമിങ് എ വെൽഡർ എന്ന് വിചാരിച്ച് കാലാകാലം അവൻ ചായ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നില്ല. അവൻ അതിൽ മെച്ചപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ എന്തു ചെയ്തു? പിന്നീട് പതുക്കെ ഉയർന്നു വന്ന് അവന് വെൽഡിങ് പഠിച്ചു. അങ്ങനെ വെൽഡറായിട്ട് അവൻ അവിടെ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി.
പിന്നെയോ വീണ്ടും ഗ്രാജുവലി ഹി ടുക്ക് ഓവർ ദി മോഗേജ് ഓഫ് ദി വർക്ക്ഷോപ്പ്. ഈ മോഗേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണയം വെക്കുന്ന പ്രോപ്പർട്ടി ഒക്കെ പണയം വെക്കുന്ന നമ്മൾ ആധാരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഒരു ആധാരം അത് തൻ്റെ കൈവശം വരുന്ന രീതിയിൽ അവൻ എന്ത് ചെയ്തു, വർക്ക് ചെയ്ത് തുടങ്ങിയെന്ന് പറയുകയാണ്. അത് തട്ടിപ്പറിച്ചു എന്നുള്ളതല്ല അതിൻ്റെ മീനിങ് എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് ആ ഒരു വർക്ക്ഷോപ്പ് അവന് സ്വന്തമാക്കാനായിട്ട് പറ്റി എന്നുള്ള മീനിങ് ആണ്. ആഫ്റ്റർ ദാറ്റ് ഹി റാൻ ദ ബിസിനസ് ഹിംസെൽഫ് ഗ്രോവിങ് ഇറ്റ് സ്റ്റഡിലി. അപ്പോൾ അതിനുശേഷം അവൻ എന്ത് ചെയ്തു, അവൻ സ്വയം ബിസിനസ് തുടങ്ങി, അവൻ സ്വയം വളരാനായിട്ട് തുടങ്ങി. ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് ആൻ അറേഞ്ച്ഡ് മാരേജ്. ബബ്ലു ആൻഡ് ഗൗരി, ഗൗരി എന്ന് പറയുന്നത് ബബ്ലുവിൻ്റെ വൈഫാണ്. അപ്പോൾ അവരുടെ മാരേജ് എന്ന് പറയുന്നത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്ന് പറയുന്നത്. ആഫ്റ്റർ മീറ്റിംഗ് ജസ്റ്റ് വൺസ്, ഒരൊറ്റ തവണ അവർ കണ്ടിട്ടുള്ളൂ. ബ്രീഫ്ലി ചുരുക്കി പറയുന്നുണ്ടെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ദെയർ ഫാമിലീസ്. ആ കണ്ടത് തന്നെ രണ്ട് കുടുംബങ്ങളുടെയും പ്രസൻസിൽ, സാന്നിധ്യത്തിൽ ആണ് അവർ കണ്ടു, കല്യാണം കഴിച്ചു, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ആൻഡ് വൺ മോർണിംഗ് ബബ്ലൂസ് മദർ ആൻഡ് യങ്ങർ സിസ്റ്റർ ഷാലു വെർ ഡ്രിങ്കിങ് ടീ. ഒരു ദിവസം ബബ്ലുവിൻ്റെ അമ്മയും അതുപോലെ തന്നെ യങ്ങർ സിസ്റ്ററായ ഷാലു അവരൊക്കെ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഡ്രിങ്കിങ് ടീ. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ് ബബ്ലു സോണ്ടേഡ് ഔട്ട് ടു ദി ബാക്ക് പോർച്ച്. തൻ്റെ വൈഫിനെ നോക്കിക്കൊണ്ട് ബബ്ലു എന്ത് ചെയ്യുകയാണ്, സോണ്ടേഡ് ഔട്ട് ടു ദി ബാക്ക് പോർച്ച്. ആ ബാക്ക് പോർച്ചിലേക്ക് അങ്ങനെ നടക്കുകയാണ്. ഈ സോണ്ടേഡ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് വളരെ എന്താ പറയുക, ടു വാക്ക് ഇൻ എ റിലാക്സ്ഡ് വേ, വളരെ റിലാക്സ് ആയിട്ട്, ഉലാത്ത എന്നൊക്കെ പറയില്ല, അതേപോലെ ഇങ്ങനെ വളരെ ക്വയറ്റായിട്ട്, വളരെ കാമൻ ക്വയറ്റായിട്ട്, വളരെ കൂളായിട്ട് ഇങ്ങനെ അലസമായി അങ്ങനെ നടന്നു പോവുകയാണ് ബാക്ക് പോർച്ചിലേക്ക് തൻ്റെ വൈഫിനെ നോക്കിയിട്ട്. ആൻഡ് ഹി സോ, അപ്പോൾ അദ്ദേഹം കണ്ടു ഗൗരി വാക്കിംഗ് ഹറിഡ്ലി ടുവേർഡ്സ് ദ ബാത്റൂമിൽ നിന്ന് പെട്ടെന്ന് ധൃതിപ്പെട്ട് ഇറങ്ങി വരുന്നത് കണ്ടു. ഹോൾഡിങ് എ റാഗ് ഇൻ ഹെർ ഹാൻഡ്. അവളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഒരു റാഗ് ഉണ്ടായിരുന്നു. ഈ റാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ തുണിക്കഷ്ണം, പഴയ തുണി, അതിനെയാണ് നമ്മൾ ഈ റാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Then he came to know, that means he understands, അത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഈ came to know എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? ഫ്രം ഹെർ ദാറ്റ് വിമൻ യൂസ്ഡ് റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസിന് പകരം, ഈ മെൻസസ് ഒക്കെ ആവുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻസിന് പകരം ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്നത്, ഇവിടുത്തെ സ്ത്രീകൾ ഉപയോഗിക്കുന്നത്, പാവപ്പെട്ട ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് റാഗ്സ് ആണ്, അതായത് പഴയ തുണികളാണ് എന്നുള്ളത് അയാൾ മനസ്സിലാക്കുകയാണ്. ദാറ്റ് ഈവനിങ്, ആ വൈകുന്നേരം, ഓൺ ഹിസ് വേ ബാക്ക് ഫ്രം ദ വർക്ക്ഷോപ്പിൽ നിന്നും തിരികെ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബബ്ലു ഡിസൈഡഡ് ടു സർപ്രൈസ് ഗൗരി വിത്ത് എ ഗിഫ്റ്റ്. ബബ്ലു എന്ത് ചെയ്യുകയാണ്, ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് സർപ്രൈസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. സോ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഈ പറയുന്ന സാനിറ്ററി നാപ്കിൻസ് മേടിച്ചു കൊടുത്തുകൊണ്ട് സർപ്രൈസ് ചെയ്യാനായിട്ട് വിചാരിക്കുകയാണ്. ഹി വെൻറ്റ് ടു എ സ്മോൾ സ്റ്റോർ, ഒരു ചെറിയ കടയിലേക്ക് അദ്ദേഹം കയറി ചെല്ലുന്നു. ദ സ്റ്റോർ കീപ്പർ ക്വിക്ക്ലി റാപ്പ്ഡ് ദ നാപ്കിൻ പാക്ക് ഇൻ ആൻ ഓൾഡ് ന്യൂസ് പേപ്പർ. അപ്പോൾ അവിടെ ഉള്ള സ്റ്റോർ കീപ്പറോട് കാര്യം പറയുന്നു. സ്റ്റോർ കീപ്പർ പെട്ടെന്ന് തന്നെ വേഗത്തിൽ നാപ്കിൻ എടുത്തിട്ട് അതെന്ത് ചെയ്യുന്നു, പൊതിഞ്ഞ് കൊടുക്കുകയാണ്. റാപ്പിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതിഞ്ഞ് കൊടുക്കുക, കവർ ചെയ്ത് കൊടുക്കുക. റാപ്പിഡ് ദ നാപ്കിൻ പാക്ക് ഇൻ ആൻ ഓൾഡ് ന്യൂസ് പേപ്പർ, ഒരു പഴയ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്ത് പൊതിഞ്ഞ് കൊടുത്തു. ബബ്ലു വാസ് സ്റ്റാർട്ടിൽഡ് അറ്റ് ദി എക്സോർബിറ്റൻറ്റ് പ്രൈസ്. സ്റ്റാർട്ടിൽഡ് ദാറ്റ് മീൻസ് ഞെട്ടുക. അപ്പോൾ ബബ്ലു ആകെ ഞെട്ടിപ്പോയി അതിൻ്റെ വില കണ്ടിട്ട്. ഈ എക്സോർബിറ്റൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസീവ് പ്രൈസ് ആയിരുന്നു. അപ്പോൾ അത് കണ്ട് ഞെട്ടിപ്പോയി. ബട്ട് ഡ്യൂട്ടിഫുള്ളി പെയ്ഡ് ഹിം 40 rupees. പക്ഷേ അത് വേണമല്ലോ അദ്ദേഹത്തിന്, അതുകൊണ്ട് ഡ്യൂട്ടിഫുള്ളി ഹി പെയ്ഡ് ദ എമൗണ്ട്. 40 rupees കൊടുത്തിട്ട് അത് അദ്ദേഹം മേടിച്ചു. ഹി അൺറാപ്പ്ഡ് ദ പാക്കറ്റ് ആൻഡ് എക്സാമിൻഡ് ദ പാഡ്. അപ്പോൾ കടയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ആ പൊതി അഴിച്ചു. അൺറാപ്പ്ഡ് ദ പാക്കറ്റ് ആൻഡ് എക്സാമിൻഡ് ദ പാഡ്. എന്നിട്ട് ആ പാഡ് അദ്ദേഹം എക്സാമിൻ ചെയ്തു, പരിശോധിച്ചു, നോക്കി. ഇറ്റ് സീംഡ് ടു ബി ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ. അപ്പോൾ അത് നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇത് വെറും ഒരു പ്ലെയിൻ കോട്ടൺ ആണല്ലോ, അതിനാണ് ഇത്രയും ക്യാഷ് മേടിച്ചത് എന്ന് അയാൾ ചിന്തിക്കുകയാണ്. ഒരു പ്ലെയിൻ കോട്ടൺ ആണ്. റാപ്പ്ഡ് ഇൻ എ ഗോസ് ഷീറ്റ്. ഈ ഗോസ് ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ തിൻ ക്ലോത്ത്, കട്ടിയില്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്. അപ്പോൾ അതിൽ പൊതിഞ്ഞ ഒരു പ്ലെയിൻ കോട്ടൺ ആണല്ലോ ഇതെന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. ഹി പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹിസ് പാം. അത് അദ്ദേഹം തൻ്റെ കൈവെള്ളയിൽ വെച്ച് അങ്ങനെ നോക്കി. എന്തിന്? ട്രൈയിങ് ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദ പാഡ്. ആ പാഡിൻ്റെ വെയിറ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, വെയിറ്റ് എത്ര ഉണ്ടെന്നുള്ളത് അയാൾ ഊഹിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ നിന്ന് ചുമ്മാ അങ്ങനെ കൈവെള്ളയിൽ വെച്ച്, കൈപ്പത്തിയിൽ വെച്ച് അങ്ങനെ നോക്കി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് 10 grams, ഒരു 10 gram ഉണ്ടായിരിക്കും. ഹി സെഡ് ടു ഹിംസെൽഫ്. അയാൾ സ്വയം പറയുകയാണ് ഒരു 10 gram ഉണ്ടായിരിക്കും. ഹാവിങ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് കോട്ടൺ യാൺ. അപ്പോൾ തൻ്റെ അച്ഛന് കോട്ടൺ യാണുമായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. കോട്ടൻ്റെ നൂല്, യാൺ വെച്ചിട്ടുണ്ടെങ്കിൽ നൂലുണ്ട്, അതിനൊക്കെയാണ് യാൺ എന്ന് പറയുക. അപ്പോൾ അതുമായിട്ട് ജോലി ചെയ്യുന്നത്, അതുമായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്.
ഹീ ന്യൂ ദാറ്റ്, അങ്ങനെ ഇയാൾക്ക് അറിയാം 10 grams ഓഫ് കോട്ടൺ വുഡ് ബെയർലി കോസ്റ്റ് 10 പൈസ. ഒരു 10 gram കോട്ടന് വരുന്ന പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 10 പൈസയാണ് അതിൻ്റെ രൂപ എന്ന് 10 പൈസയാണ്, അത്രേ അതിന് വരുള്ളൂ. ബട്ട് ഹിയർ, പക്ഷേ ഇവിടെ ഹി വാസ് പേയിങ് 4 rupees ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്സ്. ഈ ഓരോ പാഡ്സിനും അദ്ദേഹത്തിന് 4 rupees വീതം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യാണ്, ഇത്രയും എമൗണ്ട് കൊടുത്തു, അങ്ങനെ കൊടുത്തോ എന്ന് ചിന്തിക്കുകയാണ്. ഇതിനാണോ ഞാൻ അത്രയും കൊടുത്തതെന്നൊക്കെ ചിന്തിക്കുകയാണ്. ഹി പുട്ട് ദ പാഡ് ബാക്ക് ഇൻ ദി പാക്കറ്റ്. എന്നിട്ട് അത് ആ ഒരു പാക്കറ്റിലേക്ക് തന്നെ അദ്ദേഹം തിരികെ വെക്കുകയാണ്. ആൻഡ് ബാക്ക് ഹോം, എന്നിട്ട് വീട്ടിലേക്ക് പോയി. ബബ്ലു സീക്രട്ട്ലി ഹാൻഡഡ് ഓവർ ദ പാക്ക് ടു ഗൗരി. അവിടെ എത്തിയിട്ട് ബബ്ലു എന്ത് ചെയ്തു? ഇത് സീക്രട്ട്ലി ഈ ഒരു ഗിഫ്റ്റ് തൻ്റെ വൈഫിന് കൊടുത്തു. അപ്പോൾ വൈഫാകെ സർപ്രൈസ് ആവും, ഭയങ്കര ഹാപ്പി ആവും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. ഗൗരിക്ക് സന്തോഷമൊന്നും ആയില്ല. എന്നിട്ട് ഗൗരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ടഡ് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവറി മന്ത്. എല്ലാ മാസവും ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ മാത്രമല്ല ഷാലു, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ ഈ സാനിറ്ററി പാഡ് ഇങ്ങനെ കടയിൽ നിന്നും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും, കാരണം എല്ലാ മാസവും മെൻസസ് വരും, അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ലെറ്റ് എലോൺ കേർഡ് ആൻഡ് ഘീ, തൈരും അതുപോലെ തന്നെ നെയ്യും അതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം. വി വിൽ നോട്ട് ഈവൻ ഹാവ് ഇനഫ് മണി ടു ബൈ മിൽക്ക്. അതൊക്കെ പോട്ടെ, പാല് വരെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ്. അതായത് എല്ലാ മാസവും ഇത് മേടിക്കാനായിട്ട് അങ്ങനെ ഒരു എമൗണ്ട്, ഒരു ക്യാഷ് പൈസ അങ്ങനെ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അത് തൈരും പിന്നെ അതുപോലെ തന്നെ നെയ്യും ഒക്കെ വേണ്ടാന്ന് വെക്കാം, പക്ഷേ പാല് പോലും നമുക്ക് മേടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഒരു സാധാരണക്കാരുടെ ഒരു വോയിസാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർ ഈ റാഗ് യൂസ് ചെയ്യുന്നത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നുള്ളൊരു മീനിങ്ങിലേക്ക് ഇത് വായിക്കാം. ബബ്ലു ലുക്ക്ഡ് അറ്റ് ഹെർ ഡിജക്റ്റഡ്ലി. ഈ ഡിജക്റ്റഡ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഡ്ലി, സങ്കടത്തോടു കൂടി നോക്കുകയാണ് ബബ്ലു അവളെ. ബട്ട് ഹി ദെൻ ഡിറ്റർമൈൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്റ്റ്. പക്ഷേ അപ്പോൾ അന്ന് മുതൽ അയാൾ ഒരു പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ അദ്ദേഹം കൊണ്ടുവരികയാണ്. ഹി ദെൻ ഡിറ്റർമൈൻഡ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്റ്റ്. ഒരു പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. ഹി പുൾഡ് ഔട്ട് എ പെയർ ഓഫ് സിസേഴ്സ്, എ നീഡിൽ ആൻഡ് സം ത്രെഡ്, കോട്ടൺ ആൻഡ് ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്. സോ അദ്ദേഹം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഒരു പെയർ ഓഫ് സിസേഴ്സ് എടുത്തു, നീഡിലെടുത്തു, അതുപോലെ തന്നെ കുറച്ച് നൂലെടുത്തു, കോട്ടൺ എടുത്തു, പിന്നെ കുറച്ച് ക്ലോത്ത് എടുത്തു, അതൊക്കെ എടുത്തു. ദെൻ ഹി ബിഗാൻ ഫ്ലാറ്റനിങ് ദ കോട്ടൺ ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ്. തൻ്റെ കൈയുടെ ഇടയിൽ വെച്ചിട്ട് ഈ കോട്ടൺ അദ്ദേഹം പരത്തി. ഫ്ലാറ്റനിങ് എന്ന് വെച്ചാൽ പരത്തി. ആസ് ഇഫ് ഹി വേർ സ്പ്രെഡിങ് ഔട്ട് ഡവ് ടു മേക്ക് എ ചപ്പാത്തി. ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഡവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവാണ്, അത് പരത്തുന്നത് പോലെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ കോട്ടൺ തൻ്റെ കയ്യിൽ വെച്ചിട്ട് അദ്ദേഹം അത് പ്രസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അത് ഫ്ലാറ്റനിങ് ആക്കി. Within 24 hours of first touching a sanitary napkin, Bablu had managed to make his own. അപ്പോൾ ആ കടയിൽ പോയിട്ട് ഈ ഒരു സാനിറ്ററി പാഡ് മേടിച്ച് അത് തൊട്ട് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ഒന്ന് ഉണ്ടാക്കാനുള്ളൊരു ചിന്തയിലേക്ക് വന്നു, അത് ഉണ്ടാക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. But he was not able to make a useful one as he could not make out the material used by the brands. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യൂസ്ഫുള്ളായ രീതിയിൽ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുകയാണ്. മന്ത്സ് പാസ്ഡ്, ചില മാസങ്ങൾ കടന്നുപോയി. ആൻഡ് ബബ്ലു പ്രൊക്യൂർഡ് എ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് അതർ മെറ്റീരിയൽസ് ടു മേക്ക് പാഡ്സ്. പക്ഷേ മാസങ്ങൾ മാത്രമേ കടന്നു പോയിട്ടുള്ളൂ. ഇത് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും കടന്നു പോയിട്ടില്ലായിരുന്നു. ബബ്ലു പ്രൊക്യൂർഡ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ടു ഗെറ്റ് സംതിങ് വിത്ത് ആൻ എഫേർട്ട്, അതായത് ആർജിക്കുക, കരസ്ഥമാക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് പ്രൊക്യൂർഡ് എന്ന് പറയുക. പ്രൊക്യൂർഡ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ, വ്യത്യസ്ത ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ അദ്ദേഹം കളക്ട് ചെയ്തു. ആൻഡ് അതർ മെറ്റീരിയൽസ് ടു മേക്ക് പാഡ്സ്, പിന്നെ ഈ പാഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അദ്ദേഹം കളക്ട് ചെയ്യുമായിരുന്നു ഈ ഒരു സമയം. He continued his experiments, knowing that most women used unclean rags instead of sanitary napkins as they could not afford them. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്ത്രീകൾ പൈസ ഇല്ലാത്തതുകൊണ്ട്, അതായത് സാനിറ്ററി നാപ്കിൻസ് അല്ലെങ്കിൽ ആ ഒരു പാഡ് മേടിക്കാത്തത്, അതിൻ്റെ ഒരു അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ആ ഒരു ഭീമമായ എല്ലാ മാസവും അതിന് കൊടുക്കേണ്ട ഒരു ചിലവ്, ആ ഒരു പൈസ, അത് ഈ വളരെ സാധാരണക്കാർ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെന്തുപയോഗിക്കുന്നത്? റാഗ്സ്, ഈ സാനിറ്ററി നാപ്കിൻസിൻ്റെ പകരം റാഗ്സ്, തുണി കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരുപാട് ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ കാരണമാകും. അൺക്ലീൻ
ക്ലീനായിട്ടുള്ള റാക്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് അദ്ദേഹം ചെയ്യുന്നത്. ഹി ഓൾസോ ന്യൂ ദാറ്റ് ദിസ് മെയ്ഡ് ദം പ്രോൺ ടു ഡിസീസ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇങ്ങനത്തെ ഈ അൺക്ലീൻ റാക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരും അവർക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് രക്ഷ നേടി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ കാരണം തൻ്റെ വൈഫിന് അദ്ദേഹം കൊടുക്കാൻ വിചാരിച്ച ഗിഫ്റ്റ്, അല്ലെങ്കിൽ തൻ്റെ വൈഫിന് ആ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ വൈഫ് പറഞ്ഞ വാക്കുകൾ, അതൊക്കെയാണ് അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുള്ളത്. ബാക്കി നോക്കാം. No one else appeared to be bothered by this. He looked at the little girls running around the neighborhood. They couldn't even buy a good pair of slippers. അതായത് ഇവരെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ ഹി ലുക്ക്ഡ് അറ്റ് ദി ലിറ്റിൽ ഗേൾസ്, ചെറിയ കുട്ടികളെ നോക്കുകയാണ്. റണ്ണിങ് അറൗണ്ട് ദി നൈബർഹുഡ്, അയൽപ്പക്കത്തേക്കൊക്കെ ഓടിപ്പോകുന്ന കുട്ടികളൊക്കെ നോക്കുകയാണ്. ദേ കുഡൻറ്റ് ഈവൻ ബൈ എ ഗുഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. അവർക്ക് കാലിൽ നല്ല ചെരുപ്പ് പോലുമില്ല. ഹൗ കുഡ് ദേ എവർ അഫോർഡ് ടു ബൈ സാനിറ്ററി പാഡ്സ് മന്ത് ആഫ്റ്റർ മന്ത്. അപ്പോൾ ഓരോ മാസം കഴിയുന്തോറും അവരെങ്ങനെയാണ് ഈ പറയുന്ന സാനിറ്ററി പാഡ് മേടിക്കുക? ഈ സാധാരണക്കാരായിട്ടുള്ള കാലിൽ ചെരുപ്പ് പോലും ഇടാനില്ലാത്ത ഈ സാധാരണക്കാർ എങ്ങനെ അതൊക്കെ മേടിക്കും എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്. However, his experiments and his obsession caused some unrest even in the family. പക്ഷെ അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെൻറ്റുമായിട്ട് പോയപ്പോൾ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലി നഷ്ടപ്പെടുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒബ്സെഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംതിങ് ദാറ്റ് വൺ തിങ്സ് അബൌട്ട് ഓൾ ദ ടൈം. അതായത് എല്ലാ സമയത്തും ഇങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക, അതിനാണ് ഒബ്സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളുടെ മൈൻഡ് ഫുള്ളും അതായി, ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു കാര്യം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലായി. പക്ഷേ ദാറ്റ് കോസ്ഡ് സം അൺറെസ്റ്റ് ഈവൻ ഇൻ ദ ഫാമിലിയിൽ തന്നെ ചില പ്രശ്നങ്ങൾ അതുണ്ടാക്കി. ഹിസ് മദർ ബെസീച്ചഡ് ദാറ്റ് മീൻസ് റിക്വസ്റ്റഡ്, അപേക്ഷിച്ചു. റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റോപ്പ് ദ എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ഈ കാര്യം നിർത്താൻ വേണ്ടിയിട്ട് അമ്മ വരെ അപേക്ഷിച്ചു. സെയിങ് ദാറ്റ് ദ ഹോൾ ഫാമിലി വുഡ് ബി ഡിസ്ഗ്രേസ്ഡ്. കാരണം ആ ഫാമിലിക്കൊക്കെ അതെന്തൊരു ഡിസ്ഗ്രേസ്, ഒരു അപമാനമായിട്ട്, ഒരു മാനക്കേടായിട്ടൊക്കെ തോന്നുകയാണ്. ഇതിങ്ങനെ ഈ കാര്യം ആയിട്ട് ഇതുമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, സാനിറ്ററി നാപ്കിൻ അതുമായിട്ട് എക്സ്പെരിമെൻറ്റ് നടത്തി, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു രീതിയിൽ ഇയാൾ ഫുൾ അത് ചിന്തിച്ച് നടക്കുന്നു. അപ്പോൾ അതൊക്കെ വീട്ടുകാർക്ക് എന്തൊക്കെ അതൊരു മാനക്കേട്, ഒരു ഡിസ്ഗ്രേസ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. ബൈ ഹിസ് സോർഡിഡ് ഇൻട്രസ്റ്റ്. സോർഡിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേർട്ടി അല്ലെങ്കിൽ അൺപ്ലസൻറ്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അൺപ്ലസൻറ്റ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡേർട്ടി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇൻ വിമൻസ് മെൻസ്ട്രൽ സൈക്കിൾസ്. അപ്പോൾ സ്ത്രീകളുടെ ഒരു മെൻസ്ട്രൽ സൈക്കിളുമായി ബന്ധപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ്, ഈ ഒരു സോർഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ്, അതൊക്കെ ഫാമിലിയിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെ പല പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടാക്കുകയാണ്. ദ ന്യൂസ് വാസ് ഗ്രാജുവലി സ്പ്രെഡിങ് ഇൻ ദ വില്ലേജ്. അപ്പോൾ ഈ ഒരു വാർത്ത വില്ലേജിൽ മൊത്തം പരന്നു. ഇയാൾ ഇങ്ങനെ ഈ രീതിയിൽ ഒബ്സസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ഇയാൾ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്, സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിളുമായി ബന്ധപ്പെടുത്തി, അതല്ലെങ്കിൽ അവർക്ക് സാനിറ്ററി പാഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ അതൊരു നെഗറ്റീവ് രീതിയിൽ അത് സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി. And the news was gradually spreading in the village, and the villagers entangled the whole family in a mesh എന്ന് വെച്ചാൽ കെണിക്കാണ് നമ്മൾ മെഷ് എന്ന് പറയുക, കെണി. മെഷ് ഓഫ് കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഫ് എന്നാണ്. കോഴ്സ് വിസ്പേഴ്സ് ആൻഡ് റൂഡ് ഗ്ലാൻസസ്. അതായത് ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? കോഴ്സ് വിസ്പേഴ്സ്, അതായത് ഭയങ്കര റഫായിട്ടുള്ള രീതിയിലുള്ള വിസ്പേഴ്സ്. എന്താ വിസ്പറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ സംസാരിക്കൽ, പെറുപിറുക്കുക, അതിനൊക്കെയാണ് പറയുക അല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി. പെറുപിറുത്തും അല്ലാതെയും ഒക്കെ പറയാനായിട്ട് തുടങ്ങി, ഇയാളെക്കുറിച്ചും ഫാമിലിനെ കുറിച്ചും ഒക്കെ. റൂഡ് ഗ്ലാൻസസ്, വളരെ മോശമായ രീതിയിലുള്ള നോട്ടങ്ങളും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ബബ്ലു വാസ് ഗ്ലൂമി ഫോർ എ വൈൽ അറ്റ് ദ തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. പക്ഷേ ഈ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നൊരു കാര്യം ആലോചിക്കുമ്പോൾ ഹി വാസ് വെരി സാഡ്. അദ്ദേഹം ഗ്ലൂമി ആയിരുന്നു, നിരാശനായിരുന്നു. കാരണം അദ്ദേഹം ഇത്രയും ചെയ്തത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ ദാറ്റ് വാസ് ഗുഡ്, ബട്ട് ഹി ഡിവൈസ്ഡ് ആൻ ഐഡിയ ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഹിംസെൽഫ് റാദർ ദാൻ അതേഴ്സ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാതെ സ്വയം ഞാൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ഐഡിയ ഡിവൈസ് ചെയ്യുകയാണ്, ഒരു ഐഡിയ ആസൂത്രണം ചെയ്യുകയാണ്.
ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട്, അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടു കൂടി ഹി കളക്റ്റഡ് സം ബ്ലഡ്, കുറച്ച് ബ്ലഡ് അദ്ദേഹം കളക്ട് ചെയ്യുകയാണ്. യൂസിങ് എ റബ്ബർ ട്യൂബ്, പിന്നെ ഒരു റബ്ബർ ട്യൂബ് ഉപയോഗിച്ച് ഹി എക്സ്പെരിമെൻറ്റഡ് വിത്ത് ദി നാപ്കിൻസ് ഹിംസെൽഫ്. അപ്പോൾ അദ്ദേഹം സ്വയം ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുകയാണ്. കുറച്ച് ബ്ലഡ് കളക്ട് ചെയ്ത് റബ്ബർ ട്യൂബ് മറ്റു കാര്യങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയൊക്കെ അദ്ദേഹം സ്വയം എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. തന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത ആ ഒരു ഘട്ടത്തിൽ ഇയാൾ സ്വയം എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. ഇത് വർക്കാവുമോ, എങ്ങനെയായിരിക്കും താൻ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ താൻ ഫോം ചെയ്ത ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ യൂസ്ഫുൾ ആകും എന്നൊക്കെ അദ്ദേഹം സ്വയം എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. ഈ ബ്ലഡ് കളക്ട് ചെയ്യുന്നു, റബ്ബർ ട്യൂബ് കളക്ട് ചെയ്യുന്നു, ആൻഡ് ഹി എക്സ്പെരിമെൻറ്റഡ് ഹിംസെൽഫ്, സ്വയം എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ് വിത്ത് ദ നാപ്കിൻസ് ഹിംസെൽഫ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വൺ ഡേ, ഒരു ദിവസം, ലത ഹിസ് നൈബർ പരുൾസ് ഡോക്ടർ ഹാപ്പൻ ടു സീ ദിസ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ലത എന്ന് പറയുന്ന ഒരാൾ ഇത് കാണാനിടവരികയാണ്. ഇയാൾ ഇങ്ങനെ ഈ രീതിയിൽ എക്സ്പെരിമെൻറ്റ് സ്വയം ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഡേ ഓൾ കൈൻഡ്സ് ഓഫ് റൂമേഴ്സ് സ്പ്രെഡ് ഓവർ ദ സ്മോൾ ടൗൺ. പിറ്റേ ദിവസം തന്നെ ഈ ഒരു ന്യൂസ് ആകെ അങ്ങ് പരന്നു. പല കഥകളും ഇതുമായി ബന്ധപ്പെടുത്തി പറയാൻ തുടങ്ങി. അൺഏബിൾ ടു ബിയർ ദ ഹ്യൂമിലിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയിം അല്ലെങ്കിൽ മാനക്കേട്. ബബ്ലൂസ് വൈഫ് ലെഫ്റ്റ് ഹിം, അങ്ങനെ ബബ്ലുവിൻ്റെ വൈഫ് ഇയാൾ ഉപേക്ഷിച്ച് പോയി. ഓർക്കണം, വൈഫിനൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഐഡിയ എല്ലാ സ്ത്രീകൾക്കും ഉപകാരമാവുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വന്നതാണ്. അവസാനം ഭാര്യ വരെ ഇട്ടേച്ചു പോവുകയാണ്. ബബ്ലൂസ് വൈഫ് ലെഫ്റ്റ് ഹിം. ഷീ സെഡ് ഷീ വുഡ് ഓൺലി റിട്ടേൺ വെൻ ഹീ ഗേവ് അപ്പ് ഹിസ് മാഡ്നെസ്. അപ്പോൾ ഇയാളുടെ ഈ ഒരു മാഡ്നെസ്, ഈ ഒരു ഭ്രാന്ത് എന്ന് ഉപേക്ഷിക്കുന്നുവോ അന്ന് ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞാൽ വൈഫ് പോയി. ഹിസ് മദർ ടു ഫോളോഡ് സ്യൂട്ട്. മദറും അതുപോലെ തന്നെ. ഈ ഫോളോഡ് സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫേം ടു അനദേഴ്സ് ആക്ഷൻ, അതായത് ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി അനുകൂലിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഫോളോഡ് സ്യൂട്ട്. മദറും അതുപോലെ തന്നെ ചെയ്തു. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ഫാമിലി. അങ്ങനെ ഇയാൾക്ക് തൻ്റെ വൈഫിനെ നഷ്ടപ്പെട്ടു, ഫാമിലി നഷ്ടപ്പെട്ടു, ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടു. ആൻഡ് മണി ദാറ്റ് ഹി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് ഓൾ ഇൻ പെർസ്യൂട്ട് ഓഫ് ദ സാനിറ്ററി പാഡ് പ്രൊജക്റ്റ്. അപ്പോൾ ഈ ഒരു സാനിറ്ററി പാഡ് പ്രൊജക്റ്റ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുകയാണ്. ബബ്ലു വാസ് എ സിമ്പിൾ വെൽഡർ ഹൂസ് ലൈഫ് ഹാഡ് ബീൻ റിപ്പിൾഡ് അപ്പാർട്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫ് റിപ്പിഡ് അപ്പാർട്ട്, ദാറ്റ് മീൻസ് തകരുക, അതിനാണ് നമ്മൾ റിപ്പിഡ് അപ്പാർട്ട് എന്ന് പറയുക. ആൻഡ് ഓൾ ബിക്കോസ് ഹി ഹാഡ് വാണ്ടഡ് ടു ഗീവ് ഗൗരി എ ഗിഫ്റ്റ്. ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഇയാൾ തൻ്റെ വൈഫായ ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. എ ഗിഫ്റ്റ് ഫോർ ഓൾ ദ പുവർ വിമൻ. ആ ഗിഫ്റ്റ് ഗൗരിക്ക് മാത്രമല്ല, എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും അത്തരമൊരു ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചു. ഇൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. തൻ്റെ ഗ്രാമത്തിലെയും അതുപോലെ തന്നെ ഔട്ട്സൈഡ് പുറത്തുള്ളവർക്കും ഒക്കെ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇതൊരു വലിയൊരു ഗിഫ്റ്റ് ആവട്ടെ എന്ന് ആഗ്രഹിച്ച് അദ്ദേഹം ചെയ്ത ഒരു കാര്യം അദ്ദേഹത്തിന് തന്നെ ഒരു വിനയായിട്ട് മാറി എന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാം തകർന്ന് പോകുന്ന രീതിയിലേക്ക് അത് അദ്ദേഹത്തിനെ കൊണ്ട് എത്തിച്ചു എന്ന് പറയുകയാണ്. സോ actually this is an adapted from a sanitary man from a sanitary land. So students, ഇൻ ഷോർട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ ഇതൊരു അഡാപ്റ്റഡ് വേർഷനാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ഫ്രം അരുണാചലം മുരുകാനന്ദം, ദ സോഷ്യൽ എൻ്റർപ്രണർ ഹൂ മെയ്ഡ് ലോ കോസ്റ്റ് സാനിറ്ററി പാഡ് മെഷീൻസ് ഫോർ റൂറൽ ഏരിയാസ്, വിമൻ ഇൻ റൂറൽ ഏരിയാസ്. സോ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലോ കോസ്റ്റ് സാനിറ്ററി പാഡ് മെഷീൻ നിർമ്മിച്ച ഇദ്ദേഹത്തിൻ്റെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് അത് നെറേറ്റ് ചെയ്യുന്ന, അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് എ ഫിനിക്സ് റൈസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ നോക്കൂ, ഫിനിക്സ് ആണ്. ഫിനിക്സ് റൈസസ്. ഫിനിക്സ് എന്നുള്ളൊരു ഇമാജിനറി ബേർഡാണ്. അതായത് സ്വയം കത്തിയമർന്നിട്ടും അതിൻ്റെ ചാരത്തിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്ന പക്ഷി എന്നുള്ളൊരു മീനിങ് ആണ് ഫിനിക്സിനുള്ളത്. ഒരു സാങ്കല്പിക ബേർഡാണ്, ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു പക്ഷിയാണത്. അപ്പോൾ ഇവിടെ ഈ ഫിനിക്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെയാണ്? ഈ പറയുന്ന നമ്മുടെ സ്റ്റോറിയിലെ ബബ്ലു, അതല്ലെങ്കിൽ റിയൽ ലൈഫ് സ്റ്റോറിയിലുള്ള അരുണാചലം മുരുകാനന്ദത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും അതൊക്കെ തരണം ചെയ്ത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന മനുഷ്യൻ. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ, ബൈ ഓൾ. താങ്ക് യു.